നോക്കണം, അങ്ങോട്ട് വാ. ഞാൻ പാവീനെ കുറിച്ച് ആലോചിക്കുക. അതാലോചിച്ച് വിഷമിക്കണ്ട, എല്ലാം സെറ്റാണ്. ഇപ്പൊ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ടാവും. അതിനൊക്കെ എങ്ങനെ അറിയാം? ഈ പൊട്ടിക്കാളി ഇവിടുത്തെ ലാൻഡ് ഫോണിൽ നിന്ന് ഞാൻ സാമനെ വിളിച്ച കാര്യം പറഞ്ഞു. അവിടെ പവിക്ക് ലക്കി ടീഷർട്ട് കിട്ടിക്കാണും, ഷൂട്ടിംഗ് കഴിഞ്ഞു കാണും, എവറിത്തിങ് സോൾ. അതെങ്ങനെ? നീ ഇതിട്ട് ഇവിടെ നിക്കല്ലേ? ഇത് ഇവിടെ ഉണ്ടെന്ന് നിനക്ക് തോന്നും, അത് അവിടെ ഉണ്ടെന്ന് അവിക്ക് തോന്നും. എല്ലാം ഒരു തോന്നലാണ് മീനു. ഒന്ന് പോടി, പറയാൻ പറ്റിയ പറ. ശരി കേട്ടോ. നീ എന്തിനാ പെട്ടെന്ന് വരണം പറഞ്ഞത്? ഒരു മിനിറ്റ്. ആർത്തി മൂത്ത് ബക്കറ്റിൽ നാരങ്ങ വെള്ളം പിഴിഞ്ഞ് കുടിക്കണോ നീ? പോടാ. നീ കണ്ടോ? ഇതാണ് ആ വീട് ലക്കി ടീഷർട്ട്. എടാ പുതിയതല്ല ഇത്. സെയിം ബ്രാൻഡാണല്ലോ, അതുകൊണ്ട് പഴയതാക്കാം. എങ്ങനെ? ആദ്യം ഇതിങ്ങനെ വെള്ളത്തിലേക്ക് മുക്കി വെക്കാം. തുണി അലക്കാൻ പോകുന്നത് നീ ഇതെന്താണ് കാണിക്കുന്നത്? ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യും. ബെസ്റ്റ്. ഇത് അലക്കി പിഴിഞ്ഞ് വെയിലത്ത് ഉണക്കാനിട്ട് അങ്ങനെ അത് പഴുതി നരച്ചോളൂ അല്ലേ? ബുദ്ധിമാൻ. അപ്പോഴത്തേക്കും ആ കൊച്ചിനൊരു കൊച്ചാവുമായിരിക്കും. അവയ്ക്ക് പ്രായവും ചെയ്യും. അതാണ് ഞാൻ ചോദിച്ചത്, എന്താ പരിപാടി? നീ ഒന്ന് കണ്ടോടവൻ. പുകയൊക്കെ വരുന്നു. ഇത്ര ചൂട് തേച്ചത് നരച്ചു പോലടാ. തേക്ക്. എടാ പിന്നെ വലത്തെ കൈയുടെ ഭാഗത്ത് ഒരു ഓട്ടയുണ്ട്. വലത്തെ കൈയിൽ ഇടത്തെ കൈയിലല്ലോ? അല്ലല്ലോ, വലത്തെ കൈ. ഓക്കെ, ഓട്ടയിടാം. ഇപ്പം റെഡിയാണ്. ഗർത്തം ഉണ്ടാക്കരുത്, ചെറിയൊരു ഓട്ടയാണ്. പിന്നെ കോളറിന്റെ പുറകു വശത്തായിട്ടൊരു 2 തുന്നു വിട്ടിട്ടുണ്ട്. കഴുത്ത് വെട്ടിക്കീറോടെ. ഇത് വെച്ചുള്ള കളി എനിക്ക്. എന്തായാലും എപ്പോഴും ഈ ടീഷർട്ട് ഇടുന്ന പറഞ്ഞ് കളിയാക്കിയിട്ടെ, അതുകൊണ്ടാണ് ഇത്രയും ഫോട്ടോസ് നമുക്ക് കിട്ടിയത്. നന്നായില്ലേ അത്? എന്ത് നന്നായിരുന്നു? അവൻ്റെ ഭ്രാന്ത് കാരണമാണ് നമ്മൾ ഇത്രയും പണിയെടുക്കുന്നത്. അതൊരു നഗ്ന സത്യം. ഓക്കെ, ഞാൻ റെഡി ആയി വരാം. പക്ക പക്ക ആയിരിക്കും, അല്ലെങ്കിൽ കുഴപ്പമാവും? കുഴപ്പമൊന്നും കുഴപ്പമായ നമുക്ക് ലക്കി ഐഡിയ എന്ന് പറയാം. എടാ ഞാനിത് ആലോചിച്ചാണ് അവന് ചീപ്പാവുന്ന കരുതി. ചീപ്പാണ്, പക്ഷെ നല്ല കാര്യത്തിനല്ലേ. എങ്ങനെയുണ്ട്? എന്നാലും നിങ്ങൾ പാവീനോട് ഇങ്ങനെ ചെയ്തല്ലോ. അവനെ അന്ധവിശ്വാസം കുറച്ച് കൂടുതലാ. നീ അവന്റെ അന്ധവിശ്വാസങ്ങളെ ലിസ്റ്റ് എടുത്ത് വെച്ചോളോട്ടാ, നമുക്ക് ആവശ്യം വരും. നീ ആര്? ശങ്കരൻ തമ്പിയ? എനിക്ക് ചെറിയ കുറച്ച് വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. ഇനി ആരും അതിൽ കയറി ഇടപെടരുത് പ്ലീസ്. ഇന്ന് നീ കണ്ടതാണല്ലോ സ്റ്റുഡിയോയിൽ എന്താ സംഭവിച്ചതെന്ന്. ഇല്ലേ? ഈ ടീഷർട്ടില്ലാതെ നീ എന്തായിരുന്നു? ഇല്ലേ ഇല്ലേ? പറ. അതെ, ഞാൻ വെറും അന്ധനായ അന്ധവിശ്വാസിയല്ല. എൻ്റെ വിശ്വാസങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള എക്സ്പീരിയൻസും പിന്നെ കുറച്ച് ലോജിക്കും ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നീ ഇത് കേൾക്കണം. ഒരു പ്രാവശ്യം എന്റെ ഷൂട്ടിംഗ് ബാറ്ററി ലോ ആയി വന്നതാണെങ്കിൽ കുറെ സൂപ്പർ മോഡലുകൾ. അന്ധവിശ്വാസി സമൂഹത്തിന്റെ വികാരം വളർപ്പെടും. ഇപ്പൊ മനസ്സിലായോ? അപ്പോ ഇനി ആരെങ്കിലും എന്റെ ടീഷർട്ടിൽ തൊട്ടവന്റെ കൈ ഞാൻ ഓടിക്കും. മനസ്സിലായോ? സ്നേഹം വേറെ, ടീഷർട്ട് വേറെ. എങ്ങനെ 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 പിടികിട്ടിയ? എന്താടാ? ഇതാണ് നിന്റെ ഒറിജിനൽ ലക്കി ടീഷർട്ട്. ഇത് ഞങ്ങൾ പുതിയത് വാങ്ങിക്കൊണ്ട് വന്നതാണ്. അതൊരുപാട് പണിയെടുത്ത് പഴയതാക്കിയത് കൊണ്ട് മോന് പെട്ടെന്ന് മനസ്സിലായില്ല. അതാണ് സംഭവം. ഇതിപ്പോ ആരെഴുതിയ കഥ? നിന്റെ ഷൂട്ട് സ്മൂത്ത് ആയിട്ട് പൊക്കോട്ടെ എന്ന് കരുതി ലക്കി ഉണ്ടാക്കിയ ഐഡിയ. നിനക്ക് വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ശരി. ഇപ്പൊ 2 ലക്കി ടീഷർട്ടായി. എൻജോയ്. ഓണത്തെ എല്ലാത്തിനും ഇലിമിനാറ്റ് പിടിക്കണം.